നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കോളിളക്കം സൃഷ്ടിച്ച പോൾ മുത്തൂറ്റ് വധക്കേസിൽ 9 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചത്. കൊലപാതക കേസിലെ 10 മുതൽ 13 വരെയുള്ള പ്രതികൾക്ക് 3 വർഷം കഠിന തടവ് വിധിച്ചു. 14-ാം പ്രതി അനീഷിനെ വെറുതെ വിട്ടു. ഗൂഢാലോചന കേസിലെ 14 പ്രതികൾക്കും 3 വർഷം വീതം കഠിന തടവും പിഴയും കോടതി വിധിച്ചു. 3 വർഷം ശിക്ഷ കിട്ടിയതിൽ 7 പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. പോളം ജോർജ് കൊല്ലപ്പെട്ട് 6 വർഷത്തിന് ശേഷമാണ് CBI കോടതി ഇന്ന് കേസിൽ വിധി പറഞ്ഞത്. കേസന്വേഷിച്ച CBI കൊലപാതകത്തിനും കൊട്ടേഷനുള്ള ഗൂഢാലോചനയ്ക്കും വെവ്വേറെ കുറ്റപത്രമാണ് നൽകിയത്. കൊലപാതക കേസിൽ ഉൾപ്പെട്ട 14 പ്രതികളിൽ 13 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി 14-ാം പ്രതി അനീഷിനെ വെറുതെ വിട്ടു. 1-ാം പ്രതി ജയചന്ദ്രൻ, 2-ാം പ്രതി കാരി സതീഷ്, 3-ാം പ്രതി സത്താർ, 4-ാം പ്രതി സുജിത്, 5-ാം പ്രതി ആകാശ്, 6-ാം പ്രതി സതീഷ്, 7-ാം പ്രതി രാജീവ്, 8-ാം പ്രതി ഷിനോപോൾ, 9-ാം പ്രതി ഫൈസൽ എന്നിവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് കോടതി കണ്ടെത്തി. ഇവർക്ക് ജീവപര്യന്തം തടവ് കോടതി വിധിച്ചു. 1-ാം പ്രതി ജയചന്ദ്രൻ 50,000 രൂപയും 2 മുതൽ 9 വരെയുള്ള പ്രതികൾ 55,000 രൂപ വീതവും പിഴയടക്കണമെന്നും കോടതി വ്യക്തമാക്കി. 10 മുതൽ 13 വരെയുള്ള പ്രതികളായ അബി, റിയാസ്, സിദ്ദീഖ്, ഇസ്മായിൽ എന്നിവർ തെളിവ് നശിപ്പിച്ചുവെന്ന് കണ്ടെത്തിയ കോടതി 3 വർഷം കഠിന തടവും 5,000 രൂപ വീത പിഴയും ഇവർക്ക് ചുമത്തി. അന്യായമായി തടഞ്ഞുവെക്കൽ, ലഹള, സംഘം ചേർന്ന് മർദ്ദിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് പ്രത്യേക ശിക്ഷയുണ്ടെങ്കിലും എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. നസീർ എന്നയാളെ ആക്രമിക്കാൻ വേണ്ടി പോകവെയാണ് പ്രതികൾ പോൾ ജോർജിനെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കൊട്ടേഷനുള്ള ഗൂഢാലോചന കേസിന് CBI പ്രത്യേക കുറ്റപത്രം നൽകിയിരുന്നു. ഇതിൽ 14 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 14 പേരും കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തിയ കോടതി എല്ലാവർക്കും 3 വർഷം കഠിന തടവ് വീതം വിധിച്ചു. പോൾ ജോർജിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ സ്ഥിതി നോക്കുമ്പോൾ ചെറിയ നഷ്ടപരിഹാരം അവരെ അവഹേളിക്കുന്നതിന് തുല്യമാകുമെന്ന് വിധിന്യായത്തിൽ ജഡ്ജി R. രഘു വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം ഒഴിവാക്കുന്നതായും കോടതി വിധിന്യായത്തിൽ പറയുന്നു. പണത്തിന് വേണ്ടി അക്രമം നടത്തുന്നത് സമൂഹത്തിന് ഭീഷണിയാണെന്നും അതുകൊണ്ട് പ്രതികൾ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് പോൾ ജോർജ് വധക്കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതക കാരണമെന്ന് അന്വേഷണ സംഘം പറയുമ്പോഴും കൊലപാതകം ആസൂത്രിതമായിരുന്നു എന്ന സംശയം ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് K. രതീഷിനൊപ്പം സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ. പോൾ മുത്തൂറ്റ് വധക്കേസിൽ വിധി പറഞ്ഞുവെങ്കിലും നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. എസ്കത്തി മുതൽ കൊല നടക്കുന്ന സമയത്ത് പോളിനൊപ്പം ഉണ്ടായിരുന്ന തലസ്ഥാനത്തെ പ്രമുഖ ഗൂണ്ടകളുടെ സാന്നിധ്യം വരെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. എസ്കത്തി വിവാദമാണ് പോൾ ജോർജ് വധക്കേസിൽ ഏറ്റവും അധികം ചർച്ചയായത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കും മുമ്പ് തന്നെ പ്രതികൾ ഉപയോഗിച്ചിരുന്നത് S രൂപത്തിലുള്ള കത്തിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വിൻസൻ M. പോൾ പറഞ്ഞതാണ് വിവാദത്തിന് തുടക്കം. പോലീസുകാരാണ് തന്നെ കൊണ്ട് S രൂപത്തിലുള്ള കത്തി പണിയിപ്പിച്ചതെന്ന് കൊല്ലപ്പണിക്കാരൻ പ്രസാദ് വെളിപ്പെടുത്തിയതും വിവാദത്തിന്റെ ആക്കം കൂട്ടി. പോലീസുകാർ കത്തി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച ശേഷം അവർ തന്നെ അത് കണ്ടെടുക്കുകയായിരുന്നുവെന്ന് കാരി സതീഷിന്റെ അമ്മ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതേക്കുറിച്ചൊന്നും അന്വേഷണം നടന്നിട്ടില്ല. മാത്രമല്ല, പ്രതികൾ ഉപയോഗിച്ചതായി പറയുന്ന മറ്റൊരായുധം CBI കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പോൾ കൊല്ലപ്പെടുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന ഗുണ്ടാ നേതാക്കളായ ഓം പ്രകാശ്, പുത്തമ്പാല രാജേഷ് എന്നിവരുടെ സാന്നിധ്യമാണ് ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം. പോളിനൊപ്പം ഉണ്ടായിരുന്ന ഇവരെ ലോക്കൽ പോലീസ് ആദ്യം പ്രതി ചേർത്തെങ്കിലും CBI ഇവരെ സാക്ഷിയാക്കുകയായിരുന്നു. ഇവർ പോളിനൊപ്പം എന്തിനു പോയി എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. കൊല നടക്കുന്ന സമയത്ത് പോളിന്റെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആര് എന്ന ചോദ്യത്തിനും ഇപ്പോഴും ഉത്തരമില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് കരുണാകരൻ, പ്രതികളുടെ അഭിഭാഷകൻ മുഹമ്മദ് റിയാസ്, CPIM നേതാവ് A. ഷുക്കൂർ, ആലപ്പുഴ DCC പ്രസിഡന്റ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് കരുണാകരൻ, കോടതി നിങ്ങളുടെ വാദമുഖങ്ങളെല്ലാം നിരാകരിച്ചിരിക്കുകയാണ്. പ്രതികളെല്ലാം സമൂഹത്തിന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ വലിയ കുറ്റകൃത്യങ്ങൾ നടത്തിയവരാണ് എന്ന CBI കണ്ടെത്തലിനോട് പൂർണ്ണമായും യോജിക്കുകയും അവരെ പരമാവധി ശിക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? കീഴ്ക്കോടതി ശിക്ഷിച്ചുവെങ്കിലും അപ്പീലിൽ മേൽക്കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിടും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമുണ്ട്. കാരണം ഇത് 3 ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കേസാണ്. ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ ADGP വിൻസൻ പോളിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്, CBIയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്, ഈ 3 ഇൻവെസ്റ്റിഗേഷനും പരസ്പരം കോൺട്രഡിക്ഷൻ ആണ് ഈ കേസിൽ നൽകിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കത്തി 27 റിക്കവറി പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എടുത്ത് ഹാജരാക്കി.
മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ പറയുന്നു ആ ആയുധം ഈ കേസിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന്. ഡോക്ടറുടെ മൊഴി തല മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് ഈ പരിക്ക് സംഭവിച്ചത് എന്ന് ഡോക്ടറുടെ വ്യക്തമായ മൊഴിയുണ്ട്. പക്ഷേ CBI ഹാജരാക്കിയ ആയുധം ഒരു വശത്ത് മൂർച്ചയുള്ള ആയുധമാണ്. അതുപോലെ FI സ്റ്റേറ്റ്മെൻറ്റിൽ മഗസറിൽ മുഴുവൻ ഇൻവെസ്റ്റിഗേഷനിലും പരസ്പരം കോൺട്രഡിക്ഷനുള്ള ഈ കേസ് തീർച്ചയായും അപ്പീലിൽ വെറുതെ വിടും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. നമുക്കൊക്കെ അറിയാം, ഇന്ദിരാഗാന്ധി വധക്കേസിൽ പോലും കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ശിക്ഷിച്ച പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. അതുപോലെ പല കേസിലും ഈ കേസിലെ തെളിവിൻ്റെ അടിസ്ഥാനത്തേക്കാൾ ഞാൻ കരുതുന്നത് ഒരു മോറൽ കൺവിക്ഷനാണ്. ഒരു കൊലപാതകം, സെൻസേഷണലായിട്ടുള്ള ഒരു കൊലപാതകം നടന്നു, പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോയാൽ അത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം മേൽക്കോടതിയിൽ അത് എന്ന് കരുതി ഒരു മോറൽ കൺവിക്ഷൻ കുറ്റവിമുക്തരാക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്. മുഹമ്മദ് റിയാസ്, അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ അന്വേഷണം നടക്കുന്നത്, സംഭവം ഉണ്ടാവുന്നത്. അന്ന് വലിയ തോതിൽ സർക്കാരിനെതിരെ ആരോപണമുയർന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആരോപണമുയർന്നു. ഒപ്പം തന്നെ ഈ കേസിലെ പ്രതികൾ യഥാർത്ഥത്തിൽ ഇവരല്ല എന്നും വിശാലമായ തലം ഇതിനുണ്ടെന്നും അന്വേഷണം സർക്കാർ തെറ്റായ വഴിക്ക് കൊണ്ടുപോവുകയാണെന്നും വലിയ വിമർശനമുയർന്നു. പക്ഷേ അന്നത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളിൽ നിന്ന് ഒരാളെപ്പോലും കൂടുതലായി കണ്ടെത്താനോ പുതിയ എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരാനോ പുതിയ വഴികൾ തുറക്കാനോ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിലുണ്ടായിരുന്ന രണ്ടുപേരെ മാപ്പുസാക്ഷികളാക്കുകയാണ് ചെയ്തത്. ആ നിലയിൽ ഈ കേസ് അവസാനിക്കുമ്പോൾ താങ്കൾക്ക് തങ്ങളുടെ പാർട്ടിയെയും അന്നത്തെ ഗവൺമെൻറ്റിനെയും പ്രതികരിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്ന് 2009 ഓഗസ്റ്റ് മാസം 21 രാത്രിയാണല്ലോ ഈ സംഭവം ഉണ്ടായത്. 6 കൊല്ലം കഴിഞ്ഞു. അന്ന് ജനിച്ചൊരു കുട്ടി ഇന്ന് 1-ാം ക്ലാസ്സിലാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് 1-ാം ക്ലാസ് പഠിച്ചൊരു കുട്ടി ഇന്ന് 7-ാം ക്ലാസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 6 കൊല്ലം മുമ്പ് ഈ കൊലപാതകം നടന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷവും, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങളും എങ്ങനെയാണ് ഈ കേസിനെ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ CPIM-നെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ ദയനീയമാണ്, അല്ലെങ്കിൽ ലജ്ജാകരമാണ് എന്നേ പറയാൻ വേണ്ടി സാധിക്കൂ. ഈ സംഭവം നടന്ന ആഗസ്റ്റ് 21 കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ 48 മണിക്കൂറിനുള്ളിൽ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഒരു പ്രത്യേക പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തന്നെ നേതൃത്വത്തിൽ, ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പിന്നെയാണ് വിവാദങ്ങൾ പല രീതിയിൽ വന്ന. വിവാദങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി യോഗം കൂടിയാണ് ഈ കൊലപാതകം നടത്തിയെന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ, മന്ത്രിപുത്രന്മാർക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള പ്രചരണങ്ങൾ, ഹിന്ദി ആക്ഷൻ സിനിമകളെപ്പോലും വെല്ലുന്ന രീതിയിലേക്ക് മന്ത്രി മന്ദിരത്തിൽ നിന്നാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്നുൾപ്പെടെയുള്ള പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇത് CBIക്ക് വിടുന്നത്. CBI 3 മാസം കൊണ്ട് പോലീസ് അന്വേഷിച്ച് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അതേ വിഷയം 11 മാസം വേണ്ടി വന്നു. അവസാനം CBI പ്രതികളെ മാത്രമല്ല പുതുതായി ഒന്നും തന്നെ കണ്ടെത്താതെ ഇത് കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പം അതൊക്കെ തെളിയുന്ന സ്ഥിതി വന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ വകവരുത്താൻ ഈ കേസ് പോലും ഉപയോഗപ്പെടുത്തിയത് അവർക്കൊക്കെ ഒരു പാഠമായി മാറണം. ഇനിയെങ്കിലും ഇത്തരം രീതിയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. പിന്നെ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷം, അന്ന് യഥാർത്ഥത്തിൽ ഈ മുത്തൂറ്റ് ഗ്രൂപ്പുമായി വ്യക്തിപരമായ ബന്ധമുള്ള ആളായിരുന്നു കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി. അത് ഒരിക്കൽ പോലും ഞങ്ങൾ ആ ഒരു വിഷയമായി ഉയർത്തുക പോലും ചെയ്തിട്ടില്ല. എവിടെയും ഉയർത്തി പറയുന്ന സ്ഥിതിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു രീതി ഞങ്ങളെ എല്ലാവരുടെയും ക്യാമ്പയിനുകളിലൊക്കെ തന്നെ അത് കരുണാകരൻ, ഇക്കാര്യത്തിൽ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തോതിലുള്ള വലിയ തോതിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ കേസിലുണ്ട്. ഒന്ന് ഈ കത്തിയുമായി ബന്ധപ്പെട്ട കാര്യം, മറ്റൊന്ന് ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഗൂണ്ടാ നേതാക്കൾ. ഇക്കാര്യത്തിലൊക്കെ പോലീസ് പറഞ്ഞതും CBI പറയുന്നതുമൊക്കെ വിരുദ്ധങ്ങളായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ 3 അന്വേഷണ സംഘവും 3 കാര്യങ്ങൾ കണ്ടെത്തുകയും 3 റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തൊരു കേസിൽ അവസാനം CBIയെ വിശ്വസിച്ച് വിധി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയാവണ്ണം കോടതിയെ ബോധിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ ഈ കേസിൽ നിങ്ങൾ തോറ്റുപോയത്? ശ്രീ കരുണാകരൻ. അല്ല,
തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഗുണ്ടാ നേതാവ് ആയ ഓം പ്രകാശ് ഒരു കൊലക്കേസിൽ ഇന്ന് ശിക്ഷിച്ച് അകത്ത് കിടക്കുകയാണ്. അതുപോലെ പുത്തൻപാലൻ രാജേഷ് 10-20ഓളം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഏറ്റവും വലിയ ഗുണ്ടാ നേതാവ്. ഇത്രയും വലിയ സമ്പത്തുള്ള ഏകദേശം 10,000 കോടിയിൽ പരം രൂപയുടെ സമ്പത്തുള്ള പോളം ജോർജുമായിട്ട് എങ്ങനെ സൗഹൃദത്തിൽ വന്നു, എന്തിനു വന്നു, എങ്ങനെ അവർ സുഹൃത്തുക്കളായി എന്നുള്ള ഉത്തരം കിട്ടാത്ത ഒരു വലിയ ചോദ്യമുണ്ട്. എന്തിനു വേണ്ടി കോയമ്പത്തൂരിൽ നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വഴി ഇവർ ഒരുമിച്ച് സഞ്ചരിച്ചു, എങ്ങനെ സുഹൃത്തുക്കളായി എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് CBIയോ കേരള പോലീസോ ലോക്കൽ പോലീസോ ഒന്നും അന്വേഷണത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഈ പുത്തൻപാലൻ രാജേഷും അതുപോലെ ഓം പ്രകാശും ഉൾപ്പെടെയുള്ള ഗുണ്ടാ സംഘങ്ങൾ ഈ കേസിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നും അസന്നിഗ്ധമായി ഉള്ള തെളിവുകളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാം. മാരാരിക്കുളം റിസോർട്ടിൽ പുത്തൻപാലം രാജേഷും ഓം പ്രകാശും അതുപോലെ കൊല്ലപ്പെട്ട പോളം ജോർജും ഉൾപ്പെടെയുള്ളവർ അമിതമായി മദ്യപിച്ചു. ഈ പുത്തൻപാലൻ രാജേഷും അതുപോലെ ഓം പ്രകാശും മനുവും തിരുവനന്തപുരംകാരാണ്. ഈ ആലപ്പുഴയിൽ മാരാരിക്കുളം റിസോർട്ടിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് പോകണമെങ്കിൽ MC റോഡിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാം. അവർ എന്തുകൊണ്ട് വിജനമായിട്ടുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വന്നു? അവർ വണ്ടി നിർത്തിയെന്നാണ് അവിടെ പറയുന്നത്. ആ നിർത്തിയ സ്ഥലത്ത് യാതൊരു ലൈറ്റോ, അതുപോലെ വളരെ വിജനമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ എന്തിന് വണ്ടി നിർത്തി? ആ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഈ നാൽക്കവിളുകളിൽ ലൈറ്റും വെട്ടവും ഉള്ള സ്ഥലങ്ങളിൽ ഒക്കെ വണ്ടി നിർത്താമായിരുന്നു. അവിടെ ഒന്നും നിർത്താതെ വിജനമായ സ്ഥലത്ത് നിർത്തി ചമ്പക്കുളത്തേക്ക് അവരെ കൊണ്ടുവന്ന് ദുരൂഹമായ സാഹചര്യത്തിലാണ്. സ്റ്റുഡിയോയിൽ അദ്ദേഹം ഏറെ വൈകി ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇക്കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ അടക്കമുള്ള താങ്കളുടെ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന താങ്കളുടെ പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെയും വലിയ വിമർശനം ഉന്നയിച്ചത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് വഴിതിരിച്ചുവിടാനും ആളുകളെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ കേന്ദ്ര ഏജൻസി ഈ കേസ് ഏറ്റെടുക്കുകയും അവസാനം ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ കോടതി വിധി പറയുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഒരാൾ പോലും അന്നത്തെ പോലീസ് കണ്ടെത്തിയതിൽ നിന്ന് അപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു രഹസ്യവും കൂടുതലായി തുറന്നു വെക്കാനും കഴിഞ്ഞിട്ടില്ല. തൃപ്തിയുണ്ടോ നിങ്ങൾക്ക് ഈ കോടതി വിധിയിലും CBIയുടെ അന്വേഷണ റിപ്പോർട്ടിലും? ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ അന്ന് ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് കേസ് നടന്നതെങ്കിലും ഇപ്പോഴും ഞങ്ങളെല്ലാം ഓർക്കുകയാണ്. കാരണം ഈ കേസിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. എന്നാൽ പലപ്പോഴായി ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും പല ഇടപെടലുകൾ വന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു കൊലക്കുപയോഗിച്ച കത്തി കണ്ടെടുത്തു എന്നുള്ള സംഭവം തന്നെ നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ. ഈ നമ്മുടെ ഓണക്കാലത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റിലേക്ക് പോകുന്ന ഫുട്ബോൾ കളിക്കാരെ പോലെയാണ് കൊട്ടേഷൻ സംഘങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വണ്ണഞ്ചേരിയിലേക്ക് കൊട്ടേഷൻ നടപ്പിലാക്കാൻ ഒരു സംഘം വരുന്നു, മറ്റൊരു സംഘം അല്ലാതെ മറ്റു വഴിക്ക് പോകുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ അന്വേഷണം വേണം. എവിടെയാണ് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ നടന്നതെന്ന് പറഞ്ഞാൽ പോലീസ് തന്നെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അതിന് കൊലക്കുപയോഗിച്ച കത്തി കണ്ടെടുക്കുന്നു. ആ കൊലക്കുപയോഗിച്ച കത്തി കണ്ടെടുക്കാൻ വേണ്ടി ഒരു കത്തി നിർമ്മിക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് പോയി. ഏതായാലും അത് നിസ്സാര കാര്യമല്ല. അത് വളരെ പ്രധാനപ്പെട്ട ആരോപണമായി താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പക്ഷേ അക്കാര്യത്തിലും അപ്പോഴും ഏതെങ്കിലും തരത്തിൽ കൂടുതലായി ഏതെങ്കിലും പ്രതികളെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഈ കേസിൽ ഇപ്പം പുത്തൻപാലം രാജേഷും അല്ലെങ്കിൽ
ഓം പ്രകാശും അടക്കമുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റ് എന്താണ്? അവരേത് വണ്ടിയാണ് ഉണ്ടായിരുന്നത്? അവർക്ക് ഈ കേസിൽ എപ്പോൾ ഈ സമയത്ത് വന്നുപെടാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ അവർ ഇത്ര ധനാഢ്യരായി മാറിയതെങ്ങനെയാണ്? കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുണ്ടായിരുന്നു. 1 കോടി രൂപ തനിക്ക് കിട്ടേണ്ട ഒരു ഡീലായിരുന്നു ഇത്. ഇയാൾ മരിച്ചതോടെ അതും പോയി എന്നാണ് അന്ന് പോലീസിന് ഓം പ്രകാശ് നൽകിയ മൊഴി. അതുമായി ബന്ധപ്പെട്ടൊന്നും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഈ പണം എവിടുന്ന്, പണത്തിൻ്റെ ഇടപാടുകൾ എന്ത്, ഇതൊന്നും അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് പോലീസ് പ്രതിയാക്കിയിരുന്നവരെ ഇന്ന് CBI മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തു. അതായത് നിങ്ങൾ ആരോപിക്കും പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വിശാലമായൊരു വലയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഉന്നയിക്കാം, ഈ കത്തി കണ്ടെടുക്കുന്നതിൽ തൊണ്ടി ഉണ്ടാക്കാൻ പോലീസ് പലപ്പോഴായി ഇത്തരത്തിലുള്ള ശ്രമം അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് ആ കത്തിയുടെ ചുവട് പിടിച്ചു പോയാൽ വലിയൊരു രഹസ്യത്തിൻ്റെ വാതിൽ തുറക്കാനൊന്നും CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഓർക്കണം. ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടത് പുറത്തു വരാൻ ഉണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഈ കേസന്വേഷണത്തിൽ CBIയുടെ ആ അന്വേഷണത്തിൻ്റെ അതിൽ അർഹതപ്പെട്ടവരെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളിൽ ഒരു വലിയ പരിധിവരെ അവർ വിജയിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ നാട്ടിലെ കൊട്ടേഷൻ സംഘങ്ങൾ ഇനിയും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ലോബി, ആ സാമ്പത്തികമായ പണം വിനിയോഗിച്ചത് സംബന്ധിച്ച് ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഘടകങ്ങളാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ കൊട്ടേഷൻ സംഘങ്ങളെ ഇങ്ങനെ വിഹരിക്കാനുള്ള അവസരമുണ്ടാക്കുന്ന ഏതൊരു ഗവൺമെന്റിന്റെ നടപടിയാണെങ്കിലും അതെല്ലാം നിശ്ചിതമായി റിയാസ്, ഇക്കാര്യത്തിൽ അന്നത്തെ പോലീസ് കണ്ടെടുത്ത കത്തിയല്ല യഥാർത്ഥ കത്തിയെന്ന് കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി CBI അന്വേഷണ സംഘമെന്ന് താങ്കൾക്കറിയാം. അന്നത്തെ പോലീസ് കണ്ടെത്തിയ പ്രതികൾ എല്ലാവരും പ്രതികളായിരുന്നില്ലെന്നും ഓം പ്രകാശും പുത്തൻപാലൻ രാജേഷും ഒരു നിലയ്ക്കും നേരിട്ട് ഇതിൽ ഇൻവോൾവ് അല്ല എന്നുമുള്ള പുതിയ കണ്ടെത്തൽ CBI നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ കേസിൽ അന്നത്തെ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ല എന്നതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, പെട്ടെന്ന് ഈ തൊണ്ടി മുതൽ കണ്ടെടുത്ത് കേസ് അവസാനിപ്പിക്കാനുള്ള തിടുക്കത്തിൻ്റെ ഭാഗമായി അവരൊരു കത്തി ഉണ്ടാക്കി മെത്തക്കടിയിൽ ഒളിപ്പിച്ച് അത് എടുക്കുന്ന നിലയുണ്ടായി. പിന്നീട് ഈ കാര്യ സതീഷിൻ്റെ അമ്മ തന്നെ ഈ ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അന്ന് എൻ്റെ മകന് 15 ലക്ഷം രൂപ കൊടുത്ത് അവനെ കൊണ്ട് ഈ കേസ് ഏറ്റെടുപ്പിക്കുകയാണ് എന്ന ആരോപണം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ ഉന്നയിച്ചതാണ്. അപ്പോൾ ഈ കേസിൽ CBI ഇപ്പോൾ തീർപ്പുണ്ടാക്കുന്നത് വേറെ കത്തി കൊണ്ടുവന്നിട്ടാണ്. നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ പ്രതികളിലും ചില ആളുകളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ്. അപ്പോഴും ശരിയായ രീതിയിൽ അന്വേഷണം പോയി എന്ന് വാദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് ചില തടസ്സങ്ങൾ അവിടെയുണ്ട്. ഒരിക്കലുമില്ല, ഒരിക്കലും. യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഷുക്കൂർ ഉൾപ്പെടെ അന്നത്തെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുള്ള സമീപനം, ആ സമീപനത്തെ പ്രകീർത്തിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ അനീഫയെ സ്വന്തം പാർട്ടിക്കാർ കൊലപ്പെടുത്തി അനീഫയുടെ ഉമ്മ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും ആ കുടുംബം എടുത്തിട്ടുള്ള സമീപനവും അവിടേക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വരണമെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നമാകാൻ വേണ്ടി പോകുന്ന വർത്തമാനകാല കേരളം, ആ വർത്തമാനകാല കേരളത്തിലെ പോലീസിന് പോലും മാതൃകയാക്കാവുന്ന രീതിയിലേക്കുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലായിരുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടിട്ടുള്ളത്. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ കമ്മ്യൂണിറ്റി പോലീസിംഗും ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രമസമാധാന പരിപാലനത്തിൽ അവാർഡ് കിട്ടിയ ആ കാലത്ത് 3 തവണ തന്നെ 5 കൊല്ലത്തിൽ അവാർഡ് വാങ്ങിയ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്നത്തെ ഈ പോലീസിന്റെ ഇടപെടൽ ഒരു നല്ല അനുഭവവും നല്ലൊരു പാഠവുമായി കാണുന്നതിന് പകരം അതുപോലും വിമർശിക്കാൻ ഇപ്പോഴും തുനിയുകയാണ്. എന്തൊക്കെ രീതിയിലേക്കുള്ള ലജ്ജ തോന്നുന്ന പ്രചരണങ്ങളായിരുന്നു അന്ന് നടത്തിയത്. അത് ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കി നോക്കി, ഒരു 6 കൊല്ലം പിറകിലേക്ക് എന്തൊക്കെ രീതിയിലേക്ക് കത്തിയെക്കുറിച്ചുള്ള പ്രചരണം, മന്ത്രി പുത്രന്മാരെ കുറിച്ചുള്ള പ്രചരണം, നാട് മുഴുവൻ നടന്നുള്ള പ്രസംഗങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അച്ചടി മാധ്യമം എല്ലാ ദിവസം ഫ്രണ്ട് പേജിലും ഈ കൊലപാതകം പോലും CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ പരമ്പരകൾ, ഇതൊക്കെ മറക്കാൻ വേണ്ടി പറ്റുമോ? ഇവിടെയൊക്കെ കേരളത്തിലെ പോലീസ് ഒരു മികച്ച ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഒരടി മുന്നോട്ട് പോകാൻ 3 മാസം കൊണ്ട് കുറ്റപത്രം കൊടുത്ത പോലീസ് സംവിധാനത്തിൽ നിന്നും 11 മാസം അന്വേഷിച്ച് മുന്നോട്ട് പോയ CBIക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ വസ്തുതാപരമായ വിഷയത്തെ കാണാനും അതിൽ അന്നത്തെ പോലീസ് എടുത്തിട്ടുള്ള നിലപാടുകളെ, മാതൃകാപരമായ സമീപനത്തെ ഇന്ന് ശരിവെക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇപ്പോഴും ശ്രീ കരുണാകരൻ, ഇക്കാര്യത്തിൽ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ 3 കേസന്വേഷണ റിപ്പോർട്ടുകളിലും ചില സുപ്രധാന വിഷയങ്ങളിൽ വലിയ തോതിലുള്ള വൈരുദ്ധ്യം കാണാനാകുമെന്നത് വ്യക്തമാണ്. ഒപ്പം പുത്തൻപാലം രാജേഷും ഓം പ്രകാശും എന്ന 2 ഗൂണ്ടാ നേതാക്കളുടെ അവിടുത്തെ സാന്നിധ്യം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇനിയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അവരെ മാപ്പുസാക്ഷിയാക്കുകയാണ് ഉണ്ടായത്. അവരുടെ മറ്റ് ബന്ധങ്ങളെക്കുറിച്ചോ അവരെങ്ങനെ എത്തിപ്പെട്ടുവെന്നോ തുടങ്ങിയ വിവരങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. അന്ന് പോലീസുമായി ബന്ധപ്പെട്ട് കേട്ട വിവാദം, അതിനകത്ത് ചില ബാഗ് ഉണ്ടായിരുന്നു, അതിൽ ചില ആളുകളുടെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ വലിയ വൈരുദ്ധ്യമാണെന്നും ഇത് കേസിനെ ബാധിക്കുമെന്നും കോടതിയിൽ നിങ്ങൾ അറിയിച്ചുവെങ്കിലും കോടതി അത് പരിഗണിക്കാതിരിക്കാൻ എന്തു കാരണമാണ് പറഞ്ഞത്? അല്ല, അതിൽ ഞങ്ങളുടെ പ്രതിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ
ഈ കേരള പോലീസ് പ്രതിയാക്കിയിട്ടുള്ള ഓം പ്രകാശും പുത്തൻപാലം രാജേഷിനെയും പ്രതിയാക്കാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനു കോടിയേരിയും മാർ വിവാനിയസ് കോളേജിൽ ഓം പ്രകാശും ഒക്കെ കൂട്ടുപ്രതികളായിട്ടുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയും അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ കടുംപിടുത്തവും ചില പ്രേരണ കൊണ്ടാണ് CBI ഇതേ രീതിയിൽ കേസുണ്ടാക്കിയത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി കോടതിയിൽ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം CBI ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു 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 ചട്ടുകമായി അല്ല അവരുടെ ആജ്ഞാനുവർത്തികളായി വരുന്നതായിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കിളിരൂർ കേസ്, അതുപോലെ ഷാരിയുമായിട്ട് ബന്ധപ്പെട്ട കേസ് CBIയെ കേസ് ഏൽപ്പിച്ചുവെങ്കിലും കേരള പോലീസിൽ നിന്നും വ്യത്യസ്തമായി ആരെയും പ്രതിയേർക്കാനായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന CBI ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല. അവർ അതിന് സ്വാധീനത്തിൽ, അതായത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലുള്ള സ്വാധീനത്തിൽ അവരും പെടുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മുത്തൂറ്റുപോളം ജോർജ് കേസ് എന്നാണ് ഞാൻ അന്ന് കാര്യസതീഷിന്റെ അമ്മ പറയുന്നു 15 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് മകന് കൊടുത്ത ശേഷമാണ് അവനെ കൊണ്ട് ഈ കുറ്റം ഏറ്റെടുപ്പിക്കുന്നത് എന്ന്. എസ് കത്തി എൻ്റെ വീട്ടിൽ പോലീസ് കൊണ്ടുവച്ചതാണ് എന്ന്. ഇപ്പോൾ പോളം ജോർജിൻ്റെ മാതാവ് സാറാമ്മ അന്നൊരു ഇംഗ്ലീഷ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ എൻ്റെ മകൻ കൊലപാതകത്തിന് ഇരയാകുന്നതിന് മുൻപ് നടന്ന ബൈക്ക് ആക്സിഡൻറ്റ് പോലും ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് വിശാലമായ അന്വേഷണം വേണമെന്ന്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ട് അവർ ഡൽഹിയിലെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയെ വെച്ച് ഇവർ അന്വേഷണം നടത്തുകയും ചെയ്തു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും അന്ന് അത്തരം പ്രസ്താവനകളെയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുകയും അത് വലിയ പ്രചാരണായുധമാക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ CBI അന്വേഷിച്ചു. ഇപ്പം നിങ്ങൾ ഇതിനെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും അന്വേഷണം പോയില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടോ, അതോ ഇത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണോ? അങ്ങനെയെങ്കിൽ അന്ന് നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ നിങ്ങൾ ഇപ്പോൾ തിരുത്തണം. ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ തിരുത്തണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് അങ്ങനെ തിരുത്തേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. അന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവവികാസങ്ങളും ഒരു ഭാഗത്ത് എവിടെ നിൽക്കുന്നു, നേരത്തെ റിയാസ് ഇവിടെ സൂചിപ്പിച്ചു. നമുക്ക് ടോട്ടൽ തട്ടിപ്പെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. ശബരിനാഥ് എന്ന് പറയുന്ന ഒരു പ്രതി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, ഈ അന്വേഷണത്തിന്റെ എങ്ങോട്ട് പോയി എന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അവസ്ഥ, ഇതെല്ലാം അന്നും ഉണ്ടായതാണ്. മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലപ്പോഴും ഈ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളുടെ അവിഹിത ബന്ധം. എന്റെ ചോദ്യം നിങ്ങൾ അന്ന് ഉന്നയിച്ചത് ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നില്ല എന്നാണ്. പക്ഷേ CBI വന്നതിന് ശേഷവും നിങ്ങൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അന്വേഷിച്ച ശേഷവും സംസ്ഥാന പോലീസ് കണ്ടെത്തിയതിനപ്പുറത്തേക്കൊന്നും കണ്ടെത്താൻ കേന്ദ്ര ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വന്നാൽ ഇക്കാര്യത്തിൽ നിങ്ങൾ അന്ന് സംസ്ഥാന സർക്കാരിനും ആ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസിനുമെതിരായി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തിരുത്താൻ തയ്യാറാകുമോ, അതോ CBI ഇപ്പോഴും ശരിയായ വസ്തുതകളിലേക്ക് പോയിട്ടില്ല എന്ന ആരോപണം ഉന്നയിക്കുകയാണോ ചെയ്യുന്നത് എന്നതാണ്. അല്ലല്ലല്ല, CBI കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും വരാനുണ്ടെങ്കിൽ അത് വന്നുകൊള്ളട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കിയ പോലീസായിരുന്നു അന്നത്തെ പോലീസ്. എന്താ നമുക്ക് പരസ്യമായിട്ട്, ഞാൻ ഈ എസ് കത്തിയുടെ കാര്യം പറയുമ്പോൾ അത് മാത്രം പറഞ്ഞിട്ട് പോകുന്നാൽ, അത് തന്നെ ഏറ്റവും വലിയ പ്രകടമായ പോലീസ് ആരെ സഹായിക്കുന്നു എന്ന വ്യക്തമായ കാര്യമാണ്. അതാണ് അവസാനമായ ആരോപണത്തിനുള്ള മറുപടി. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഭാഗമെല്ലാം വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും നിങ്ങളെ വിമർശിക്കാൻ ചില കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഈ തരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവ്, അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ കേസാകെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു CBI വന്നില്ലായിരുന്നെങ്കിൽ എന്നാണ്. അല്ല, ഒന്ന് നമ്മൾ ഈ സമൂഹം വല്ലാതെ മാറുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം, അതിൻ്റെ ഭാഗമായി വിശാല ജനാധിപത്യം, സമൂഹത്തിൻ്റെ ആകെ ഈ മാറ്റത്തെ കണ്ടുകൊണ്ട് പറ്റിയിട്ടുള്ള പാളിച്ചകൾ തുറന്നു പറയാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ലല്ലോ. ഓരോ നേതാക്കന്മാർക്കും ഓരോന്ന് തോന്നിയത് വിളിച്ചു പറയാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ശ്രീ ഷുക്കൂറിനെ പോലെയുള്ളവർ അന്നത്തെ കേരള പോലീസിൻ്റെ അന്വേഷണത്തെ, ആ പോലീസിനെ നയിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിശ്ചയദാർഢ്യവും ഫലപ്രദമായ ഇടപെടലിനെ, അതൊക്കെ ശരിയായിരുന്നു. അന്ന് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നതിൽ എന്താ തെറ്റ്? അത് തുറന്നു പറയുമ്പോൾ എന്തോ കുറഞ്ഞു പോകും. ഇതാണ് ഈ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം.
യഥാർത്ഥത്തിൽ എത്ര പെട്ടെന്ന് പ്രതികളെ പിടിച്ചു? അത് പോലീസിന്റെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ 48 മണിക്കൂർ കൊണ്ട് ഇതുപോലുള്ള ഒരു വിഷയത്തിൽ പ്രതികളെ പിടിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഇടപെടലിനെ അഭിനന്ദിക്കണം. അന്നത്തെ കേരള പോലീസ് അതിനെ നയിച്ചവർ മുഖം നോക്കാൻ നടത്തിയിട്ടുള്ള ഇടപെടലിനെ അഭിനന്ദിക്കണം. നേരത്തെ പറഞ്ഞ പോലെ കുറ്റപത്രം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കൊടുത്തു. ഇത് അഭിനന്ദിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, എന്ത് കണ്ടാലും ഇങ്ങനെ പറയാം. ആ ഒരു കാലം തന്നെ മാറി. ശ്രീ മുഹമ്മദ് റിയാസ് ചർച്ചയിൽ പങ്കെടുത്തതിന് ഷുക്കൂർ, അഡ്വക്കേറ്റ് കരുണാകരൻ